നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് കാണാം. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നോട്ട്. ദ ബസ് സ്റ്റോപ്പ് ഇസ് ജസ്റ്റ് എ ലിറ്റിൽ അഹെഡ് ഓൺ യുവർ റൈറ്റ്. ദ ബസ് സ്റ്റോപ്പ് ഇസ് ജസ്റ്റ് എ ലിറ്റിൽ അഹെഡ് ഓൺ യുവർ റൈറ്റ്. അത് ആ റോഡിന്റെ അങ്ങ് അറ്റത്താണ്. ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ഇറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ആ ഒരു കോർണർ കാണുന്നില്ലേ, ആ കോർണറിന്റെ അവിടെ ആയിട്ടാണ് ബസ് സ്റ്റോപ്പ്. ഇറ്റ് ഈസ് അറൌണ്ട് ദാറ്റ് കോർണർ. ആ കോർണർ ദാറ്റ് കോർണർ. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ദിസ് കോർണർ. ഇറ്റ്സ് അറൌണ്ട് ദിസ് കോർണർ. ബസ് സ്റ്റോപ്പ് ആ പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ട് വരും. ഇറ്റ് ഈസ് ബിസൈഡ് ദ പെട്രോൾ പമ്പ്. ഇറ്റ് ഈസ് ബിസൈഡ് ദ പെട്രോൾ പമ്പ്. അത് ആ പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ബസ് സ്റ്റോപ്പ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. ദ ബസ് സ്റ്റോപ്പ് ഇസ് ഓപ്പോസിറ്റ് ദ പാർക്ക്. ദ ബസ് സ്റ്റോപ്പ് ഇസ് ഓപ്പോസിറ്റ് ദ പാർക്ക്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറയാം? എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ ഇവിടെ പുതിയ ആളാ. ഐ എം നോട്ട് ഷുവർ, ഐ എം ന്യൂ ഹിയർ. ഐ എം നോട്ട് ഷുവർ, ഐ എം ന്യൂ ഹിയർ. ഞാൻ ഇവിടെ പുതിയതാണ്. ക്ഷമിക്കണം, എനിക്കത് ശരിക്കും എവിടെയാണെന്ന് അറിയില്ല, കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല. സോറി, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. സോറി, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. നമുക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മളൊന്ന് സോറി പറയണം കേട്ടോ. സോറി, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി എന്നേ പറയുള്ളൂ. ഐ ഡോണ്ട് നോ എന്നങ്ങ് പറയരുത്. ചിലപ്പോൾ നമുക്കൊരു ഊഹത്തിൽ പറയാം, ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോയാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയണം. ഐ തിങ്ക് ഇറ്റ്സ് ഫർദർ അഹെഡ്. ഫർദർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ടെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ഫർദർ. ഇനി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ആ ബ്ലൂ ബോർഡ് കാണുന്നില്ലേ, അതിന്റെ അടുത്താണ്. സീ ദാറ്റ് ബ്ലൂ ബോർഡ്. ദാ ബ്ലൂ ബോർഡ് കണ്ടോ? See that blue board? The bus stop is there. ബസ് സ്റ്റോപ്പ് അവിടെയാണ്. The bus stop is there. ആ മരമില്ലേ, ആ മരത്തിന്റെ അടുത്താണ് ബസ് സ്റ്റോപ്പ്. The bus stop is near that tree. The bus stop is near that tree. ആ സിഗ്നൽ കാണുന്നില്ലേ, ആ സിഗ്നലിന്റെ തൊട്ടപ്പുറത്ത്. ആ സിഗ്നൽ കഴിഞ്ഞാൽ ഉടൻ. It's right after the signal. It's right after the signal. Right after. അത് കഴിഞ്ഞാൽ ഉടൻ എന്നാണ് അർത്ഥം. അപ്പൊ ബസ് സ്റ്റോപ്പിന്റെ വഴി പറഞ്ഞ എല്ലാവരും ക്ഷീണിച്ചോ? എന്നാൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോളൂ, എന്നിട്ട് നമുക്ക് ബാക്കി കേൾക്കാം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠയെക്കുറിച്ച് നമുക്ക് ചോദിക്കണം. എല്ലാ കാര്യത്തിലും സമയമൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവരാണോ അവർ എന്നെങ്ങനെ ചോദിക്കും? ഡു ദേ ഫോളോ ടൈം എവറി ഡേ? ആർ ദേ പങ്ക്ച്വൽ?